ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ SIയെ മർദ്ദിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് CPIM ഇരട്ടയാർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. കേസിൽ 8ഓളം പ്രതികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 21-ാം തീയതി വൈകിട്ട് ഇടിഞ്ഞമലയിൽ ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ളവർ കൂട്ടം കൂടുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ച് ഇന്നലെയും ഇന്നും എല്ലാം സോഷ്യൽ മീഡിയ വഴി ഒരുപറ്റം കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാരും വ്യാജമായ പ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായ യഥാർത്ഥ സംഭവം ജനങ്ങളുടെ ഇടയിൽ മറച്ചു വെക്കുന്ന തരത്തിലാണ് ഇവർ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. തങ്കമണി SIയും പോലീസുകാരും അർദ്ധരാത്രിയോടുകൂടി പട്രോളിങ്ങിന്റെ ഭാഗമായി ഇടിഞ്ഞമലയിൽ എത്തിച്ചേർന്നപ്പോൾ ഒരു 4-5 വരുന്ന ആൾക്കാർ ഇടിഞ്ഞമല വെയിറ്റിംഗ് ഷെഡിൽ കൂടിയിരുന്ന് മദ്യപിക്കുന്നതാണ് കണ്ടത്. പോലീസ് വാഹനം നിർത്തി മദ്യപിച്ചുകൊണ്ടിരുന്നവരെ പിടിക്കുകയും അവിടെ മദ്യപിച്ചുകൊണ്ടിരുന്ന മദ്യക്കുപ്പിയും ഗ്ലാസുകളും മദ്യപിച്ചിരുന്നവരെയും പോലീസ് ചോദ്യം ചെയ്യുകയും അവരുടെ വാഹനത്തിൽ കയറുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സമയത്താണ് കോൺഗ്രസിന്റെ ഏറ്റാറ്റിലെ ഒരു പ്രധാന പ്രവർത്തകനും ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ ശ്രീ റെജി ഇരിപ്പിലിക്കാട്ട് ഈ സമയത്ത് അവിടെ വരികയും ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നവരെ പോലീസിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി പോലീസുകാരുമായി വാക്കേറ്റമുണ്ടാകുകയും അവസാനം SI അടക്കമുള്ള പോലീസുകാരുടെ നേരെ ആക്രമണം അഴിച്ചുവിടുകയും ഉണ്ടായി. ഇതിനെ സംബന്ധിച്ച് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ മദ്യപിച്ചുകൊണ്ടിരുന്നവരും അവരെ രക്ഷിക്കാൻ വേണ്ടി വന്ന കോൺഗ്രസിന്റെ നേതാവും പ്രവർത്തകരും ഇപ്പോൾ ഒളിവിലാണ്. 8ഓളം വരുന്ന ആൾക്കാരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരെ കഴിയുന്നത്രയും പെട്ടെന്ന് ഇവരുടെ പേരിൽ പോലീസ് നടപടി സ്വീകരിച്ച് ഒളിവിൽ പോയവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. എറ്റാർ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാജ മദ്യവിൽപ്പന, വ്യാജ ബാറ്റ് കേന്ദ്രങ്ങൾ, അതേപോലെ മറ്റ് ലഹരി സാധനങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നവരെ എല്ലാം കോൺഗ്രസിലെ ഒരു വിഭാഗം എർറ്റാറ്റിൽ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പോലീസ് അങ്ങോട്ട് ആക്രമിച്ചു എന്ന രീതിയിൽ ഇവർ കള്ളപ്രചരണം നടത്തുക. മൂത്രമൊഴിച്ചുകൊണ്ടിരുന്നയാളെ പോലീസ് തടഞ്ഞു നിർത്തി കസ്റ്റഡിയിലെടുക്കുവാൻ ശ്രമിച്ചു എന്ന് യാതൊരു യുക്തിക്ക് പോലും അംഗീകരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള വളരെ പച്ചക്കള്ളം വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇരട്ടയാർ കമ്മിറ്റി അറിയിക്കുക.